ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ദിവസമാണ്. നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാവും തമ്മിൽ കാണുമ്പോഴെല്ലാം. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഒന്ന് ഫ്രഷായി. അപ്പം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മെല്ലെയാണ് കേട്ടോ പറയുന്നത്, ആർക്കും അറിയില്ല. ആദ്യം ഏട്ടന് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു വേണ്ട, ഏട്ടൻ എപ്പോഴും പറയലുണ്ട് നമുക്ക് ഒരുമിച്ച് നോക്കണം എപ്പോൾ എന്നുള്ളത്. അപ്പോൾ ഏട്ടന് ഞാനും കൂടെ രാവിലെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നോക്കട്ടെ, അറിയില്ല, 5 ദിവസം ആയിട്ടുള്ള ഡിലേ ആയിട്ട്, എന്നാലും ആ ഒരു ആകാംക്ഷ കൊണ്ട് പെട്ടെന്ന് നോക്കുന്നതാണ്. അപ്പം നോക്കട്ടെ ഏട്ടാ. അപ്പം ഇതാ പോസിറ്റീവാണ്. 2 ലൈൻ വന്നിട്ടുണ്ട്. സംശയമായിരുന്നു 5 ദിവസം ഡിലേ ആയാലും കട്ടിക്ക് ലൈൻ കിട്ടുമോന്നല്ല, പക്ഷെ ലൈൻ വന്നിട്ടുണ്ട് കേട്ടാ. എന്താ പറയുന്നത്, ഭയങ്കര എക്സൈറ്റ്മെന്റ്. എന്താ വെച്ചാൽ നമ്മൾ നമ്മൾ നിച്ചുവിന് ഈ ഒരു ഏജ് ആവുമ്പോൾ നല്ലൊരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് സർപ്രൈസ് അല്ല, പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്ത കറക്റ്റ് സമയത്ത് തന്നെ ആയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. നിച്ചുവിന് അങ്ങനെ തന്നെ നമ്മൾ ഒറ്റൊരു ടെസ്റ്റ് ചെയ്തിട്ടുള്ള 1 മാസേ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പൊ തന്നെ അയച്ചിട്ടുണ്ടായിന്. അപ്പൊ എന്തായാലും പോസിറ്റീവാണ്. ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്നാമതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് രാവിലെ നോക്കാന്നെല്ലാം പ്ലാൻ ചെയ്തിട്ട് അഥവാ പീരീഡ്സ് ആയിട്ട് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു വിഷമവുമില്ലേ, അതിന്റെ നല്ല ടെൻഷനിലുണ്ടായിരുന്നു. അച്ഛനോട് പറ, ഇപ്പൊ പറയണ്ട, പിന്നെ പറയാം. ചൂടോടെ നിച്ചുവിനെ അംഗൻവാടിയെല്ലാം വിട്ടിട്ട് കുറച്ച് റിലാക്സ് ആയിട്ട് പറയാ. ശരി, പിന്നെ കാണാം. ഞാൻ മോളോട് പറയില്ല, അതെയാ അത് ശരി നോക്കിയാ അവരുടെ
വീട് നോക്കിയത്. അപ്പം അച്ഛനോടും അമ്മയോടും പറഞ്ഞു. അവര് ഭയങ്കര ഹാപ്പിയായി. അച്ഛൻ്റെ മുഖത്തുണ്ടല്ലോ, അച്ഛൻ ഇത് ഇങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ എന്തെല്ലോ ആലോചിക്കും. അയ്യോ എൻ്റെ മോക്ക് എനിക്ക് കുറച്ച് എന്താണ് ടെൻഷൻ അടിക്കേണ്ടി വരുമല്ലോ, വേദന സഹിക്കേണ്ടി വരുമല്ലോ, ബുദ്ധിമുട്ടുണ്ടാവുക, അങ്ങനെയല്ല. എന്നിട്ട് അച്ഛൻ ഫസ്റ്റ് ആലോചിക്കുക. അതാണ് അച്ഛൻ്റെ മുഖം കണ്ടാലും എനിക്ക് മനസ്സിലാവും. അതെല്ലാം അച്ഛൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും. എന്തായാലും ഭയങ്കര ഹാപ്പിയായി. അമ്മയും പറയാൻ കഴിയില്ലാന്ന് വെച്ചിട്ട് ഇങ്ങനെ കാത്തിക്കുന്ന ഉണ്ടായിനി എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അമ്മ പറഞ്ഞു, ഇപ്പോഴത്തെ കാലത്ത് നിങ്ങളോട് പറഞ്ഞൂടല്ലോ, നിങ്ങൾക്ക് നമ്മളെ സമയത്തിന് നമുക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നല്ലല്ലോ ഇപ്പോഴത്തെ ജനറേഷൻ പറയുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് സൂചിപ്പിക്കാഞ്ഞിനി എന്നെല്ലാം പറഞ്ഞിട്ട് നിന്നു. എന്തായാലും ഹാപ്പിയായി. കുറച്ചും കൂടെ തിക്കായിട്ട് ഇപ്പൊ വേറെ കുറച്ചും കൂടെ തിക്കായിട്ടുണ്ട്. ഇനി എൻ്റെ ചേച്ചീനോട് പറയണം. ചേച്ചിയും ഇടക്കിടക്കേ ചോദിക്കുന്നതാണ്, അന്നേരം ചോദിക്കുന്നുണ്ടായിനി. പിന്നെ ബാക്കി എല്ലാവരോടും പിന്നെ രാത്രി വിളിക്കുമ്പോൾ എൻ്റെ വീട്ടിലും പിന്നെ തക്കുടോടും ഏട്ടനോടും അവരോട് ഇന്ന് രാത്രി പറയും. ബാക്കി എല്ലാവരോടും നമ്മൾ സ്കാനിങ് എല്ലാം കഴിഞ്ഞിട്ടേ പറയുന്നുള്ളൂ. അപ്പൊ ചേച്ചീനെ വിളിച്ച് നോക്കട്ടെ കിട്ടുമോന്ന് അറിയില്ല. പിള്ളേർ പോയാ? ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് വിളിച്ചേ. പറയുമ്പോ 5 ദിവസം കഴിഞ്ഞില്ലേ ഇന്ന് രാവിലെ ടെസ്റ്റ് ചെയ്തത്. ഇച്ചോട് പറഞ്ഞിട്ടില്ല, ആയിട്ടില്ല. ഏത് ഡോക്ടറെല്ലാം കണ്ടിട്ട് ഇതാക്കിട്ട് പറയാം. ഞാൻ മറ്റേ കൊള്ള വിളിക്കാം. ചേച്ചിയോട് പറഞ്ഞു. ചേച്ചി ഇന്നാള് വന്നിട്ടുണ്ടായില്ലേ, അപ്പൊ ഞാനിങ്ങനെ പീരിയഡ്സ് ആവാനായിട്ട് കാലുവേദന എടുക്കുന്നുള്ള പറയുമ്പോ എന്നെ ഓളിങ്ങനെ ഓളെ മനസ്സിൽ ഇങ്ങനെ ചെറുങ്ങനെ ഉണ്ടായിനെ. അപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിന്. അപ്പൊ എന്തായാലും അതുമായി. പിന്നെ കൂടുതലായിട്ട് കാത്തിക്കുന്ന ഒരാളുണ്ട്, എൻ്റെ അമ്മമ്മ. അമ്മമ്മയോട് ഇപ്പം പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അമ്മമ്മ ഇടക്കിടക്കേ പറഞ്ഞോണ്ടിരിക്കാം, മോളെ 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 എന്ന് പറഞ്ഞിട്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പം നമ്മള് ചിലവര് വിചാരിക്കുന്നുണ്ടാവും, ഓ ഇതെന്നാന്ന് ലോകത്തിൽ ആദ്യത്തെ ഗർഭാന്നോ, ഇതെന്നാ ഇത്രയെല്ലാം വലിയ ഇതാക്കണ്ടെന്നല്ലോ. അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. ചില ആൾക്കാരെന്നാ പറഞ്ഞത്, നമ്മള് ക്ലോസ് ആയിട്ടുള്ളവർക്കൊക്കെ അറിയാം. നമ്മളെന്ന് വെച്ചാൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ നമ്മുടെ ലൈഫിലുള്ള എല്ലാ എന്താണ് നല്ല മെമ്മറീസും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു വെച്ചേ ഉള്ളൂ കേട്ടാ. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതാക്കുന്ന അങ്ങനെയൊന്നുമില്ല കേട്ടാ. ആ ഒരു നിച്ചു ജനിച്ചത് മുതലേ ഉള്ളതെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്. അന്ന് മുതലുള്ള എല്ലാം നമ്മുടെ ലൈഫിൽ നടന്ന എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കാണുന്നതല്ലേ. അതുകൊണ്ട് ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ലേ. അതുകൊണ്ട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട്. പക്ഷെ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം കൺഫേം ആയിട്ട് നിങ്ങൾ കാണുമ്പോഴേക്ക് കുറച്ച് കഴിയും കേട്ടാ. ഫസ്റ്റ് സ്കാനിങ് എല്ലാം കഴിഞ്ഞ് എല്ലാം വേറെ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്യൂലൂ. ഇപ്പം അതാത് സമയത്ത് അങ്ങനെ എടുത്തു വെക്കുന്നു എന്ന് മാത്രം. അപ്പം എന്തോ പിന്നെന്താ പറയാനുണ്ട് കേട്ടാ. പിന്നെന്താ, എല്ലാം കറക്റ്റ് പ്ലാനിങ് പോലെ തന്നെ നടന്നു. അതുകൊണ്ട് ഒരു സന്തോഷം. നമ്മള് നിച്ചുവിന്റെ ആയാലും നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 1.5 കൊല്ലം കഴിഞ്ഞിട്ട് മതി നമ്മൾ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് നമ്മളെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് അങ്ങനെ മതി എന്നുള്ള പ്ലാനിങ്ങിലാണ് ഉണ്ടായേ. കറക്റ്റ് സമയത്താണ് നിച്ചൂട്ടിന്റെ ഉണ്ടായേ. അതുപോലെ ഇതും നിച്ചൂട്ടിക്ക് 3 വയസ്സ് കഴിഞ്ഞിട്ട് നഴ്സറിലെല്ലാം പോയി ഒന്ന് സെറ്റ് ആവണം നിച്ചു. അത് കഴിഞ്ഞിട്ട് മതി എന്നുള്ള പ്ലാനിങ്ങിലാണ് ഉണ്ടായത്. അതും ദൈവം സഹായിച്ച് അങ്ങനെ തന്നെ കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം ഇനിയിപ്പോ ഡോക്ടറെ കണ്ട് ബാക്കി എല്ലാം കൺഫേം ആക്കണം. അതിന് ശേഷം ബാക്കി പറയാം. എനിക്ക് നിച്ചൂട്ടിയോടെല്ലാം പറയാം നമുക്ക്. അപ്പൊ അത്രേ ഉള്ളൂ. അമ്മ ഇപ്പോഴേ തുടങ്ങിട്ടാ. മെല്ല ഓടിച്ചാടി നിന്റെ മറ്റേ തുള്ളിക്കളിയൊന്നും വേണ്ട. അമ്മക്ക് അങ്ങനത്തെ ഭയങ്കര ടെൻഷനാണ്. മറ്റേ ഓടിച്ചാടി പണിയെടുക്കുമ്പോൾ ഞാൻ ചടവട പണിയെടുക്കും. അങ്ങനെയൊന്നും എടുക്കല്ലേ, മെല്ലെ മെല്ലെ വേണം പറയുന്നുണ്ട്. ഞാൻ എൻ്റെ അമ്മയെ കുഴപ്പമില്ല. പിന്നെ സെക്കൻഡ് പ്രഗ്നൻസി ആകുമ്പോൾ നമുക്ക് അറിയാലോ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്തുകൂടാന്നുള്ള ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ. അതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഇല്ലല്ലോ ഫസ്റ്റത്തെ അത്ര. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ബാക്കിയെല്ലാം ഓക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നമ്മളെ ഒരു ടെസ്റ്റിങ്ങും ബാക്കി എല്ലാവരോടുള്ള റിവ്യൂലും എല്ലാം ആയിരുന്നു. അപ്പം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ബ്ലെസ്സിങ്സ് എല്ലാം കൂടി ഉണ്ടാവണം. അപ്പൊ ആരാ ഓണടിച്ചു? നമ്മളാ ചെറുതടിച്ചത്. ചെറുതാ അമ്മേനെ നോക്ക്, അമ്മേനെ നോക്ക്. അമ്മ ഒരു കാര്യം പറയട്ടാ.
കുറച്ച് നാള് കഴിഞ്ഞാലേ വരൂ. പക്ഷെ ഭാവി ഉണ്ട് ഇപ്പൊ. പൊന്തം വെച്ചിനാ ഉള്ളിൽ നോക്കിയാ കാണൂല. അനങ്ങാനൊന്നും ആയിട്ടില്ലപ്പാ. ഇപ്പൊ കുഞ്ഞു ഭാവിയുണ്ട്. ഇപ്പം വന്നു. അടുത്ത മാസം ആയില്ലേ? ചേച്ചിയാവാൻ പോവാണ്. ചേച്ചിന് നാളെ കിട്ടാൻ പോവാണ്. സത്യായിട്ട് ഉണ്ടിട പൊന്നാ. കണ്ടില്ല. അമ്മ അതിനാ ഡോക്ടറെ അടുത്ത് പോയി ഇന്ന്. ഡോക്ടറോട് ചോദിക്കാൻ. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഉണ്ട്. അംഗൻവാടി പോയപ്പോ സിസ്റ്ററും ഉണ്ടായി. ഭാവിയുണ്ട്. വരാനായിട്ടില്ല. കൊറേ നാള് കഴിഞ്ഞാലേ വരുള്ളൂ. അത് കൊണ്ടുവന്ന് ഇങ്ങനെ വലുതായി വലുതായി വലുതായിട്ട് പുറത്ത് വരും. ഇപ്പൊ ഇത്തിരി പൊടിയായില്ലേ? ഉണ്ടടാ. അവള് വിശ്വസിക്കുന്നില്ല. അത് ഇടക്കിടക്ക് അവള് ചോദിക്കലില്ലേ ഉണ്ടോ ഉണ്ടോന്ന്. ഉണ്ട് ഉണ്ട് മുത്തേ. ഇവിടെ കുറച്ച് വലുതായാലേ ആക്കുള്ളൂ. ഇപ്പൊ ഇത്തിരി പൊടിയല്ലോ. കുറച്ചും കൂടെ കുറച്ചും കൂടെ വലുതായാലേ കിടുകിടാക്കും. സന്തോഷായ ശരിക്കും ഇപ്പൊ ഒരു വിശ്വാസമായില്ല. ഇടക്കിടക്ക് ചോദിക്കോളൂ സത്യം സത്യം. ഉടുപ്പെല്ലാം മാറ്റാലോ.